ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ, ട്രേഡ് ചെയ്യാനായിട്ടൊരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചാർട്ടിൽ കൃത്യമായിട്ട് എങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഏതൊരു ചാർട്ട് നമ്മൾ നോക്കിയാലും അതിൻ്റെ ഹയർ ടൈം ഫ്രെയിമുകളിൽ പോയിട്ട് നല്ല രീതിയിലൊന്ന് സ്റ്റഡി നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമാണ് ഫസ്റ്റ് ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാമായിരുന്നു? നിലവിൽ താഴെ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് പോയി ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ട് നിന്നത് മുകളിലോട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതെന്തായിരുന്നു? ഈ ഒരു ബോഡിയുടെ ഏരിയയിൽ വെച്ചിട്ട് മാർക്കറ്റ് അവസാനത്തെ ആ ഒരു ബോഡിയുടെ ആ ഒരു ലോയിനെ മാർക്കറ്റ് കട്ട് ചെയ്ത് ഇവിടെ ഇറങ്ങി നിന്നിരുന്നതാണ്. ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് ഇറങ്ങി നിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ബോഡിയുടെ ഏരിയ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ബോഡിയുടെ ഏരിയ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അതിൻ്റെ ഒരു മെയിൻ ഒരു ലോ എന്ന് പറയുന്നത് ഈ ഏരിയ ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, ബോഡിയുടെ ഏരിയ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ ഈ ഒരു വിക്കിൻ്റെ ഏരിയയും, ആ ഒരു വിക്കിൻ്റെ ഏരിയ ആയിരിക്കും അതിൻ്റെ ആ ഒരു ലോ പോയിൻ്റ് എന്ന് പറയുന്നത്. ലോ ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് വിക്ക് ഇവിടം വരെ പോയിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഹൈ പോയിൻ്റാണ്. താഴത്ത് വരികയാണെങ്കിൽ ഈ ഒരു വിക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ലോ പോയിൻറ്റ്. അപ്പോൾ അതും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, പക്ഷേ ഇവിടെ ബോഡിയുടെ ഏരിയ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നിലവിൽ അതിൻ്റെ ഒരു ഹൈ ഏരിയ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വീക്കിലിയിൽ ഈ ഒരു ട്രെൻഡ് ചേഞ്ച് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ നിന്നായിരുന്നു ഒരു ഹൈ പോയിട്ട് തിരിച്ച് വീണ്ടും താഴെ വരെ വന്നിരുന്നു. അപ്പോൾ വീക്കിലിയിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഹൈ വരെയും ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് ആ ഒരു വീക്കിലിയിൽ അതിൻ്റെ ട്രെൻഡ് റിവേഴ്സൽ ആകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു നിലവിൽ താപ്പോട്ട് മാർക്കറ്റ് വരുമ്പോൾ ഈ ഒരു ഏരിയ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ ഒരു ഇമ്പോർട്ടൻസ് ഏരിയ ആണ്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നിന്നും റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. തിരിച്ച് അതേ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പുൾ ബാക്ക് എടുത്ത് സപ്പോർട്ട് അവിടെ എടുത്തു. അതിനുശേഷമാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലെവലാണ് വീക്ക്ലിയിൽ. അപ്പോൾ ഈ വീക്ക്ലിയിൽ നിലവിലിപ്പോൾ നിൽക്കുന്ന ഏരിയ, ആ ഒരു ഏരിയ ഇതിന് താഴത്ത് സ്ട്രോങ് ആയിട്ടൊന്ന് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം? വീക്ക്ലിയിൽ സ്ട്രോങ് ആയിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു മാർക്കറ്റ് ലോവർ ഹൈ ലോവർ ലോയിലായിട്ട് തിരിച്ച് താഴത്തോട്ട് വരാം. അപ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എവിടം വരെ വരാം? ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ അടുത്തൊരു വീക്കിലിയിലെ ടാർഗറ്റ് ഏരിയ ഇവിടം വരെ വരാം. അതിൻ്റെ റീസൺ ഒന്നുമല്ല, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഹൈയിൽ നിന്നും ഇവിടം വരെ വന്ന് നിന്നിട്ടാണ് അത് അങ്ങ് മോളി വരെ പോയിരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ താഴത്തോട്ട് ട്രേഡ് നോക്കാനാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനും കൂടെ താഴത്തൊന്ന് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ, നമുക്ക് പിന്നീട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴത്തോട്ട് തന്നെ വീണ്ടും ട്രേഡ് നോക്കാം. ഇങ്ങനെ ഈ ഒരു ഏരിയ വരെ അതിൻ്റെ ആ ഒരു ടാർഗറ്റ് വെക്കാം. അതിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി വന്നു കഴിഞ്ഞാൽ എവിടം വരെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ഒരു സോണായിട്ട് മാറും. ഓക്കെ, ഈ ഒരു ഏരിയ ഒരു സോണായിട്ട് മാറും. താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാം. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമുക്ക് ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ കാണാം, കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഒരുപാട് ആഴ്ചകൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയൊരു ഏരിയ. അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്ത് പോയ ഏരിയയുടെ ഹൈ നമ്മൾ സോണായിട്ട് ആ ഒരു ഹൈ മാർക്ക് ചെയ്തു. അതുപോലെ ഈ ഒരു ഏരിയ ഉണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് അത് തിരിച്ച് മുകളിലോട്ട് കയറിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനും താഴത്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ വരാം. അപ്പോൾ ഈ ഒരു ഹൈ ഏരിയ പോലും നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, ഈ ഒരു ഹൈ ഏരിയ. ഓക്കെ, ഈ ഒരു ഹൈ ഏരിയ മുതൽ ഈ ഒരു ലോ ഏരിയ വരെ ആയിരിക്കും അടുത്ത ആ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ
ഈ ഒരു മാർക്കറ്റ് ഇനി ഈ ലെവലിനും കൂടെ താഴെ വരികയാണെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്കും കൂടെ താഴെ വരികയാണെങ്കിൽ വീണ്ടും അത് തിരിച്ചൊരു റെസിസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ താഴത്തോട്ട് ഈ ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് നോക്കാം വീക്കിലിയിൽ. അപ്പോൾ വീക്കിലിയിൽ ഈ ഒരു സ്റ്റഡി നിലവിൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ പോയിട്ടൊരു സ്റ്റഡി ചെയ്യാം. അപ്പോൾ വീക്കിലിയിൽ വ്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വീക്കിലിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിടുമ്പോൾ നിങ്ങളൊരു സോണായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് കളർ ചെയ്തുകൊണ്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലൈവ് മാർക്കറ്റിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നേരത്തെ വീക്കിലിയിൽ വരച്ച ലെവലിന് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇത്രയും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇപ്പോൾ ഇത് ഡെയിലിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. താഴത്തോട്ട് വരുമ്പോൾ ഈ ഒരു ലെവലിനെ നമുക്ക് ഇത്രയും കൂടെ നല്ല രീതിയിൽ മാർക്ക് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയാക്കാം. കാരണം എന്താ, ഇതിപ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിരുന്നു, അതുപോലെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയിരുന്നു, ഇതിൻ്റെയും തൊട്ടടുത്ത് വരെ വിക്ക് വന്നിട്ടാണ് പോയത്, ഇവിടെയും വന്ന് സപ്പോർട്ട് എടുത്തിരുന്നു, ഇവിടെയും വന്ന് സപ്പോർട്ട് എടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് തവണ മാർക്കറ്റ് അവിടെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഏരിയ. അപ്പോൾ ഇതിന് താഴത്തോട്ട് മാർക്കറ്റിന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് തന്നെ പ്ലാൻ ചെയ്യാം. ഒരു പക്ഷേ ഇതിന് താഴത്തോട്ട് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് താഴത്തോട്ട് തന്നെ വീണ്ടും ഒരു ഡിസ്കൗണ്ട് പ്രൈസിലോട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ ടാർഗറ്റ് താഴത്തോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡെയിലിയിൽ ഇപ്പോഴത്തെ ആ ഒരു വ്യൂ അതാണ്. അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു ഏരിയ മാർക്ക് ചെയ്തിരുന്നു. എവിടെ? ഈ ഒരു ഏരിയ. ഓക്കെ, അതിൻ്റെ റീസൺ എന്താ? മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടായിരുന്നു മുകളിൽ വരെ പോയിരുന്നു. അപ്പോൾ ഈ ഒരു ലെവലിനും താഴത്ത് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും അത് ഡെയിലിയിൽ ഇങ്ങനെ താഴത്തോട്ട് അടുത്ത ടാർഗറ്റിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻഡായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ലെവലുകൾ ഏതൊക്കെ രീതിയിൽ ആക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം വീക്കിലിയിൽ ഡെയിലിയിൽ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ലെവലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഏതാ ഇപ്പം നമ്മളിവിടെ കാണിച്ചു തന്ന മാർക്കറ്റ് ഇപ്പം നിലവിൽ നിൽക്കുന്ന ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്നും താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് താപ്പോട്ട് നോക്കാം. ഇനിയിപ്പം മേപ്പോട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഡെയിലിയിൽ ഇത് പോയാൽ അവിടെ നിന്ന് മേപ്പോട്ട് കയറുമ്പോൾ ഇനി എവിടം വരെ പോകാം? ഈ ഒരു ഹൈ വരെയും ഇത് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാം. ഈ ഒരു ഹൈ വരെ. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, മാർക്കറ്റ് ഇവിടുന്ന് താഴത്തോട്ട് വന്ന് തിരിച്ച് വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും താഴത്തോട്ട് വന്ന് തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് ബോഡി ക്ലോസ് വെക്കാൻ പറ്റി. ഇവിടെ തിരിച്ച് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് നിന്നിരുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ഡെയിലിയിൽ നമുക്ക് ഈ ഒരു ഹൈ ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഇനി എന്ത് വേണം? ഈ ഒരു ഹൈ വരെയും ഇനി ഇത് റെസിസ്റ്റൻസ് ആകാം. ഇതിൻ്റെ മുകളിൽ സ്ട്രോങ് ആയിട്ട് കയറിയാലാണ് തിരിച്ച് പിന്നീട് നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടിയാലും മുകളിലോട്ട് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ അടുത്ത ടാർഗറ്റ് ഏരിയകൾ നമ്മൾ നോക്കിയാൽ മതി. അടുത്ത റെസിസ്റ്റൻസ് ഏരിയ എവിടെയൊക്കെ ആക്ട് ചെയ്യാം? മുകളിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഏരിയ ബോഡി മുതൽ വിക്ക് വരെ റെസിസ്റ്റൻസ് ആകാം. അതിൻ്റെ മുകളിലാണ് മുകളിലൊരു സോൺ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ വീക്കിലിയിൽ ഡെയിലിയിലുള്ള ഒരു ഗോൾഡിൻ്റെ ചാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഇതാണ്.
ഈ നിൽക്കുന്ന ലെവലിൽ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വീണ്ടും നല്ലൊരു തിരിച്ച് റെസിസ്റ്റൻസ് ആകാം. ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഇതിന് താഴത്ത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ വ്യൂ എന്തായിരിക്കണം? സെല്ലിലോട്ടായിരിക്കണം വ്യൂ. ഓക്കെ, ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് ഇടുക. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു ഏരിയകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യും. ഇപ്പം ഈ ഒരു ലോയ്ക്ക് താഴത്ത് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വെക്കാം. അടുത്ത സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ വെക്കാം. തേർഡ് ടാർഗറ്റ് ഈ അവസാനത്തെ ഈ ഒരു ഏരിയ. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ പ്ലാൻ ചെയ്യാം. ഡെയിലിയിൽ ഗോൾഡിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്നൊരു 1 അവറിൽ നോക്കുകയാണെങ്കിൽ 1 അവറിൽ നേരത്തെ അവസാനത്തെ ഒരു ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ആ ഒരു ലോയ്ക്ക് താഴത്തെ മാർക്കറ്റിന് വരാൻ പറ്റി. അപ്പോൾ തിരിച്ച് ഇനി 1 അവറിൽ നോക്കുമ്പോൾ ആ ഒരു ലെവൽ വരെയും മാർക്കറ്റ് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. മുകളിൽ നിന്നും താഴത്തോട്ട് വന്നു, ഇവിടെ നിന്നൊരു ബൈയും പ്രഷർ പോയി, തിരിച്ച് വീണ്ടും താഴത്തോട്ട് വന്നു, ഇവിടെ നിന്നൊരു ബൈയും പ്രഷർ പോയി, തിരിച്ച് വീണ്ടും താഴെ വന്നു. അപ്പോൾ ഇത് തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ഹൈ വരെയും ഇത് റെസിസ്റ്റൻസ് ആകും. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഇത് ഈ ഒരു ഏരിയ വരെ പോകാം. അപ്പോൾ ഈ ഒരു ഏരിയ നേരത്തെ നല്ലൊരു സപ്പോർട്ട് എടുത്തിരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇത് നല്ലൊരു ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇത് ഇവിടുന്ന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഈ ഹൈ വരെയും റെസിസ്റ്റൻസ് ആയി. ഇവിടുന്ന് പോലും നമുക്ക് സെല്ലിന് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഹൈക്ക് മുകളിൽ കയറിയാലാണ് ഇത് വീണ്ടും അടുത്ത ഈ ഒരു ഹൈ വരെ പോകാം. അപ്പോൾ ആ ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ 1 അവറിൽ പോയിട്ട് നോക്കിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടറോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ കൺഫർമേഷനോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ നിലവിൽ ഞാനിവിടെ പറഞ്ഞു അവസാനത്തെ ഒരു 1 അവർ ഹൈ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഈ ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. അവിടെ നിന്ന് പോലും താഴത്തോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ലോയ്ക്ക് താഴത്ത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയാൽ വീണ്ടും അത് സെല്ലിലോട്ട് തന്നെ നമുക്ക് നോക്കാം, ഒരു റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ. ഓക്കെ, ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ വരെയും അത് റെസിസ്റ്റൻസ് ആയിട്ട് പിന്നീട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈ എന്ന് പറയുന്നത് ഞാനത് നല്ല രീതിയിലൊന്ന് ഒരു ഓക്കെ ഇവിടുന്ന് ഈ ഒരു ഏരിയ മുതൽ ഈ ഒരു ഏരിയ വരെ ആയിരിക്കും അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മുകളിലോട്ട് ചെല്ലുമ്പോൾ. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടുന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്ത് പോയിരുന്നതാണ്, തിരിച്ച് അതിനെ താഴത്തോട്ട് വരാൻ നോക്കിയിട്ട് വീണ്ടും അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് താഴത്തോട്ട് വന്നിരുന്ന ഏരിയ. അപ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിൽ സ്ട്രോങ് ആയിട്ട് വീണ്ടും കയറാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് എങ്ങോട്ട് പോകാം? ഈ ഒരു ഹൈക്ക് മുകളിൽ സ്ട്രോങ് ആയിട്ട് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ മേപ്പോട്ട് നമുക്ക് നോക്കാം. അപ്പം മേപ്പോട്ട് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് നിന്നിരുന്ന ഒരു റേഞ്ചാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ ഒരു മുകളിലോട്ട് കയറുമ്പോൾ ആ ഒരു ഏരിയ ഒരു ടാർഗറ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റായിട്ട്. അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഈ ഒരു ഹൈ ആയിരിക്കും അതിൻ്റെ അടുത്തൊരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോ പോയിന്റുകളും നമ്മൾ നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഇതിന് താഴത്തോട്ട് വരികയാണെങ്കിൽ അടുത്ത ദിവസം ഇതിന് താഴത്തൊരു സ്ട്രോങ് സെല്ലിങ് ആൻഡിൽ ക്ലോസ് വെച്ചു നോക്കുക. ഡെയിലിയിൽ മാർക്കറ്റ് വീണ്ടും എന്ത് സംഭവിക്കാം? താഴത്തോട്ട് തന്നെ വരാൻ ശ്രമിക്കാം. ഓക്കെ, താഴത്തോട്ട് തന്നെ വരാൻ ശ്രമിക്കാം. നമ്മളപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടണം. ആ റെസിസ്റ്റൻസിൽ നിന്നും താഴത്തോട്ട് ഈ ഒരു ടാർഗറ്റ് വരെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 1 അവറിൽ ഇപ്പം നിൽക്കുന്ന ലോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ലോയ്ക്ക് താഴത്തെ മാർക്കറ്റിന് വരാൻ പറ്റുമ്പോഴാണ് വീണ്ടും നമ്മൾ പറഞ്ഞ ഈ ഒരു താഴത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽ വരെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ ഓരോ ലെവലുകളും മാർക്ക് ചെയ്ത് നോട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എവിടെ നിന്നും സപ്പോർട്ട് എടുക്കാം, എവിടെ നിന്നും റെസിസ്റ്റൻസ് എടുക്കാം,
മെയിനായിട്ട് നമ്മൾ ഈ ഒരു ട്രെൻഡ് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് എങ്ങോട്ടാണ്, ആ ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് റിവേഴ്സ് ആകുന്നത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഏത് ഹൈ വരെ അത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ആ ഹയർ ടൈം ഫ്രെയിമിലെ വ്യൂ നോക്കുമ്പോഴാണ് മാർക്കറ്റിൻ്റെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലിന് മുകളിൽ കയറിയാൽ മാത്രമേ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് വീണ്ടും പോകാൻ സാധ്യതയുള്ളൂ. ഈ ഒരു ഹൈ താഴെ വന്നിട്ട് ഇനി ഇത് തിരിച്ച് കയറിയാൽ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് പോലും താഴത്തോട്ട് നമുക്ക് നോക്കാം. ഇനി ഒരു പക്ഷേ ഈ ഒരു ലെവലിന് മുകളിൽ കയറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ അടുത്ത ടാർഗറ്റിലോട്ട് നമുക്ക് മുകളിലോട്ട് നോക്കാം. ഓക്കെ, ഇപ്പം നിലവിൽ മാർക്കറ്റ് ഡൗൺ ആണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ താഴത്തോട്ട് നല്ല ട്രേഡുകൾ കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബൈ എടുക്കുമ്പോൾ ചെറിയ ട്രേഡുകൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ ഏരിയകൾ, ഓരോ ലെവലുകൾ ഹയർ ടൈം ഫ്രെയിമിലും ചെറിയ ടൈം ഫ്രെയിമിലും ഒക്കെ വന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ട്രേഡുകൾ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ അധികം നീട്ടുന്നില്ല. ഇത് നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും പോയിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.